ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് നവംബർ 5, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. പ്ലാനിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു പ്രോഗ്രാമിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരും അല്ലെങ്കിൽ സ്പോർട്സ് ഏതുമായിക്കോട്ടെ, എവിടെയും നമുക്ക് കാണാൻ പറ്റും നല്ലൊരു പ്ലാനിംഗ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് അതിനുവേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. സോ പ്ലാനിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നവംബർ 5 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. KIIFB is a transformative force stated by ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. KIIFB ഒരു പരിവർത്തന ശക്തിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചു. എന്താണ് KIIFB? ഇതേത് മിനിസ്റ്ററിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ്? ഇതിന്റെ ചെയർമാൻ ആരാണ്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 നവംബർ 4 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് KIIFB 25 വർഷം പൂർത്തിയാക്കി. 25th ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ നവംബർ 4. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാലൻ എന്നിവർ പങ്കെടുത്തിട്ടുള്ള, കൂടാതെ നിരവധി മിനിസ്റ്റേഴ്സ് പങ്കെടുത്തിട്ടുള്ള ഒന്നായിരുന്നു 25ാമത്തെ സിൽവർ ജൂബിലി കേരള സർക്കാരിന്റെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഈ ഒരു ഓർഗനൈസേഷന്റെ ചെയർമാൻ ആണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, വൈസ് ചെയർപേഴ്സൺ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള. കേരള സർക്കാരിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ഒന്നാണ് KIIF, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. 1999 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫണ്ട് സ്വരൂപിക്കുക, അതുപോലെ തന്നെ കേരളത്തിലെ ഡെവലപ്മെന്റ്സിന് വേണ്ടി സഹായിക്കുക, പ്ലാനിംഗ്, ലാൻഡ് അക്വയർ ചെയ്യുക, ഫണ്ട് കൃത്യമായിട്ട് ആ പ്ലാനിംഗ് അനുസരിച്ച് നൽകുക. ഇതെല്ലാമാണ് KIIFBയുടെ വളരെ പ്രധാനപ്പെട്ട റോൾ. ഇതനുസരിച്ച് ഇപ്പോൾ 25 വർഷമായിട്ട് കേരളത്തിലെ ഡെവലപ്മെന്റ്സിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു ചുക്കാൻ പിടിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് KIIFB. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1999. ചെയർപേഴ്സൺ ആണ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. മദർ എലിസ്വ ടു ബി ഡിക്ലെയർഡ് ബ്ലെസ്ഡ് ഓൺ നവംബർ 8. നവംബർ 8 മദർ എലിസയെ അനുഗ്രഹീതമായി പ്രഖ്യാപിക്കും. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. ഇന്നത്തെ ഹിന്ദു പത്രത്തിലും അതുപോലെ തന്നെ ചില ന്യൂസ് പേപ്പറിലും വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മദർ എലിസ്വ ടു ബി ഡിക്ലെയർഡ് ബ്ലെസ്ഡ് ഓൺ നവംബർ 8. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 നവംബർ 8 മദർ എലിസ്വയെ വാഴ്ത്തപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുക. ആദ്യത്തെ ഒരു കാത്തോലിക് കന്യാസ്ത്രീയാണ് ഇതുപോലെ വാഴ്ത്തപ്പെടാൻ പോകുന്നത്. നവംബർ 8 കേരളത്തിൽ 3 കന്യാസ്ത്രീകൾ, അതായത് അവരെ സെയിന്റ് ആയിട്ട്, അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് 2008 സെയിന്റ് അൽഫോൻസ, 2014 വിശുദ്ധ യുഫ്രാസിയ എലുവത്തിങ്കൽ, മൂന്നാമത്തേത് 2019 വിശുദ്ധ മറിയം ത്രേസ്യ ചിറമ്പൽ എന്നിവരാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 നവംബർ 8 മദർ എലിസവ വാഴ്ത്തപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 1866 ഫെബ്രുവരി 13 എറണാകുളം ജില്ലയിലെ കൂനമാവിൽ സ്ത്രീകൾക്കായി തേർഡ് ഓർഡർ ഓഫ് ഡിസ്കാർഡ് കാർമലറ്റൈസ് എന്ന ഒരു സംഘടന രൂപീകരിച്ച വ്യക്തിയാണ് മദർ എലിസവ. തേർഡ് ഓർഡർ ഓഫ് ഡിസ്കാസ്റ്റ് കാർമലറ്റൈസ് എന്ന് പറയുമ്പോൾ റോമൻ കാത്തോലിക്ക സഭയിലെ സാധാരണക്കാരുടെ ഒരു സമൂഹമാണ്. അവർ ദൈനംദിന ജീവിതത്തിൽ ധ്യാനാത്മകമായ ഒരു തൊഴിൽ ചെയ്യുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ ആണ്. 2 more succumb to amoebic infection. 2 പേർ കൂടി അമീബിക് അണുബാധയ്ക്ക് ഇരയാകുന്നു. ഇന്ന് മിക്കവാറും പത്രങ്ങളിൽ വരുന്ന ഒരു വാർത്തയാണ് കേരളത്തിൽ അമീബിക് ഇൻഫെക്ഷൻ, ബ്രെയിൻ ആയി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ. ഒരിക്കൽ കറണ്ട് അഫേഴ്സിൽ ഇതിനെക്കുറിച്ച് നൽകിയിരുന്നു, എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി നൽകുകയാണ്. കാരണം ഇത് റിഫ്രഷ്, അതുപോലെ തന്നെ ഇപ്പോൾ മരണങ്ങൾ കൂടി വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട അസുഖം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്നിപ്പോൾ കേരളത്തിൽ അമീബിക് ഇൻഫെക്ഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു അണുബാധ, ഇതിന് കാരണമാകുന്ന അമീബിയാണ്. അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം ഓരോ മരണങ്ങൾ കാണുമ്പോഴും എത്ര പേര് മരിച്ചു എന്ന് നമുക്കത്ര ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കണക്കനുസരിച്ച് 2025 നവംബർ 4 കണക്കനുസരിച്ച് 27 പേര് മരിച്ചു. ആദ്യമായിട്ട് 1965 ഓസ്ട്രേലിയയിൽ ആഡ്ലെയ്ഡ് എന്ന സ്ഥലത്ത് ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ 1971 റോത്തക് എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ആലപ്പുഴയിലാണ് 2016
അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ബ്രെയിൻ ആയിട്ട് ബാധിക്കുന്ന ഒരു അണുബാധയാണ്. പ്രത്യേകിച്ച് സ്റ്റാഗ്നന്റ് വാട്ടർ, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂടുതലായിട്ട് ആ ഒരു വെള്ളത്തിന് ട്രീറ്റ്മെൻറ്റ് നൽകാത്ത വെള്ളത്തിന് അണുബാധ ഉണ്ടാവുകയും അത് മൂക്കിലൂടെ ശരീരത്തിൽ കടക്കുകയും ബ്രെയിനിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു അണുബാധ. ഇന്നിപ്പോൾ കേരളത്തിൽ 27 പേരാണ് മരിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ഗോഗാബിൽ ലേക്ക് ഇൻ ബീഹാർ ഡിക്ലെയർഡ് ന്യൂസ് റംസാർ സൈറ്റ്. ബീഹാറിലെ ഗോഗാബിൽ തടാകം ഏറ്റവും പുതിയ റംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു. തണ്ണീർ തടാകങ്ങൾ ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്. റംസാസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ എത്ര സൈറ്റ് ആണുള്ളത്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗോഗാബിൽ ലേക്ക് ആണെങ്കിൽ കേരളത്തിൽ എത്ര റംസാസ് സൈറ്റ്സ് ഉണ്ട്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. 1971 റംസർ കൺവെൻഷനിലാണ് ആദ്യമായിട്ട് തണ്ണീർ തടാകങ്ങൾ സംരക്ഷിക്കുക എന്ന ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ആ പേര് നൽകുകയും റംസർ കൺവെൻഷനിൽ വന്നുകൊണ്ട് റംസാർ സൈറ്റ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ബീഹാറിലെ കത്തിഹാർ ഡിസ്ട്രിക്റ്റിലെ ഗോഗാബിൽ ലേക്ക് ആണ് ഇപ്പോൾ ഇന്ത്യയിലെ 94ാമത്തെ റംസാർ സൈറ്റ്. ബീഹാറിലാണെങ്കിൽ ഇപ്പോൾ 6 റംസാർ സൈറ്റ് ആണുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഗോഗാബിൽ ലേക്ക്, ഇത് കത്തിഹാർ ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിലാണെങ്കിൽ 3 റംസാർ സൈറ്റ്സ് ആണുള്ളത്. അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, വേമ്പനാട് കായൽ എന്നിവയാണ് 3 റംസാർ സൈറ്റ് ഉള്ളത്. ഏഷ്യ തന്നെ പറയുമ്പോൾ ഇന്ന് ഇന്ത്യ ഏറ്റവും ടോപ്പ് ലെവലിലാണ് റംസാർ സൈറ്റ്സ് ഉള്ളത്. 94 റംസാർ സൈറ്റ്സ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇന്ന് വേൾഡിൽ പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ UK ആണ് 176, മെക്സിക്കോ 144ാമത്തത്, ഇന്ത്യ 3rd റാങ്ക് ആണ് 3ാമത്തത്, ഏഷ്യയിൽ 1st റാങ്ക്. കേരളത്തിൽ 3 റംസാർ സൈറ്റ്, ഇന്ത്യയിൽ 94 റംസാർ സൈറ്റ് ആണുള്ളത്. ഇന്ത്യ എയിംസ് ടു ഡബിൾ സ്റ്റീൽ കപ്പാസിറ്റി ടു 300 മില്യൺ ടൺസ് ബൈ 2030. 2030ഓടെ സ്റ്റീൽ ശേഷി 300 ദശലക്ഷം ടണ്ണായി ഇരട്ടിയാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് മിനിസ്ട്രി ഓഫ് സ്റ്റീലിന്റെ. ഇന്ത്യയുടെ ലക്ഷ്യമാണ് 2030ഓടുകൂടി 300 മില്യൺ ടൺസ് ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരിക. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നവംബർ 4-ാം തീയതിയിലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രിയുടെ ആ ഒരു മീറ്റിംഗിൽ വെച്ചാണ് ഇന്ത്യ വെളിപ്പെടുത്തിയത്. അതായത് ഇന്ത്യ 300 മില്യൺ ടൺസ് ആണ് 2030ഓടുകൂടിയുള്ള ഇന്ത്യയുടെ ലക്ഷ്യം, 300 മില്യൺ ടൺസ്. അതുപോലെ തന്നെ 2047 100 വർഷം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്ന ആ ഒരു വർഷം ഇന്ത്യ 500 മില്യൺ ടൺസിലേക്ക് എത്തുമെന്നുള്ള ഒരു കണക്കാണ്, എത്തുമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി സ്റ്റീൽ സമ്മിറ്റ് 2025 ഇത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി സ്റ്റീൽ ഉച്ചകോടിയാണ് ഈ കഴിഞ്ഞ നവംബർ 4, അതായത് ഇന്നലെ നടന്നിട്ടുള്ള ന്യൂഡൽഹിയിൽ. ഇവിടെ വെച്ചുള്ള പ്രഖ്യാപനമായിരുന്നു സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് സ്റ്റീൽ. സെക്രട്ടറി ഓഫ് ദി മിനിസ്ട്രി ഓഫ് സ്റ്റീൽ ആണ് ഇപ്പോൾ സന്ദീപ് പൗണ്ട്രിക്. മിനിസ്ട്രി ഓഫ് സ്റ്റീലിന്റെ യൂണിയൻ മിനിസ്റ്റർ ആണ് HD കുമാരസ്വാമി. ചൈനയാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ സ്റ്റീൽ പ്രൊഡക്ഷനിൽ. ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഓരോ കപ്പലുകളിലും സ്റ്റീൽ സപ്ലൈ ചെയ്തത് ഇന്ത്യ തന്നെയാണ്. നേരത്തെ എല്ലാം അത് ഇമ്പോർട്ടിംഗ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓരോ കപ്പലുകളിലും സ്റ്റീൽ ആവശ്യം അത് നിറവേറ്റുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ 2nd പൊസിഷൻ, ഫസ്റ്റ് ഈസ് ചൈന. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് ഹെഡിങ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. BCCI അനൗൺസസ് 51 crore റിവാർഡ് ഫോർ ഇന്ത്യൻ വുമൻ ക്രിക്കറ്റ് ടീം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് BCCI 51 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. നമുക്കറിയാം ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇന്ത്യക്ക് ലോകകപ്പ് കിട്ടിയ ആ ഒരു വാർത്ത കറണ്ട് അഫയേഴ്സിലും ഉണ്ടായിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് BCCIയുടെ പ്രഖ്യാപനമാണ് 51 കോടി രൂപയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നൽകാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇന്ത്യയിലെ വുമൻസ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്, അതിനെ സപ്പോർട്ട് ചെയ്ത സ്റ്റാഫ്, സെലക്ഷൻ കമ്മിറ്റി ഈയടങ്ങുന്ന ഈ ഒരു ടീമിന്, ഈ ഒരു സ്ക്വാഡിനാണ് 51 കോടി രൂപ ഇന്ത്യ നൽകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ പ്ലെയേഴ്സിനും അവരുടെ സംസ്ഥാനങ്ങളിൽ പ്രത്യേക സമ്മാനങ്ങൾ എക്സ്ട്രാ നൽകുന്നുണ്ട്. BCCIയുടെ ഒരു തുകയാണ് 51 crore ഫോർ ദ പ്ലെയേഴ്സ്, സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സെലക്ഷൻ കമ്മിറ്റി. ഈ ഒരു മത്സരത്തിൽ ICC വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻ ആയിരുന്നു ഹർമൻപ്രീത് കൗർ. കൂടാതെ ഇതിൽ ഏറ്റവും വലിയ ഒരു റൺസ് പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുള്ളത് സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയുമായിരുന്നു.
നവംബർ 2 നടന്നിട്ടുള്ള മത്സരത്തിൽ, ഫൈനൽ മത്സരത്തിൽ ആണ് 100 ടൺ പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുള്ള 2 പ്ലേയേഴ്സ്, സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ. സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മത്സരമായിരുന്നു. 298 റൺസ് ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ. ഇത് വേൾഡ് കപ്പിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 2ാമത്തെ സ്കോർ ആണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നിട്ടുള്ള ഹയസ്റ്റ് സ്കോർ ആണ് 356, 5 വിക്കറ്റിന് ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയ. ഇത് 2022 2022 ഓസ്ട്രേലിയ 356, 5 വിക്കറ്റിന് ഇംഗ്ലണ്ടിനെതിരെ എടുത്തപ്പോൾ ഇന്ത്യ ആയിരുന്നു 2ാമത്തെ സ്കോർ 298 എഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക എതിരെയായിട്ട്. 6 ന്യൂസ് ഹെഡിങ്സും അതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സ്, ജനറൽ നോളജ് ആണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം നമ്മൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.